നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിച്ചാർട്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഫ്ലഡ് ഓഫ് ഡിസാസ്റ്റേഴ്സ് എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ കെ ശൈലജ എഴുതിയിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് നമുക്കറിയാം, CPIM മെമ്പറായിരുന്നു, അതേപോലെ തന്നെ പഴയ നമ്മുടെ ഹെൽത്ത് മിനിസ്റ്ററൊക്കെയാണ് അല്ലേ കേരളത്തിൽ. അപ്പോൾ എന്താ പറയുക, ശൈലജ ടീച്ചറുടെ ഒരു വർക്കാണ്, അവരുടെ ഓട്ടോബയോഗ്രഫിയിലത്തെ ഒരു ചാപ്റ്ററാണ് നമുക്കിപ്പോൾ ഈ പഠിക്കാനായിട്ട് തന്നിട്ടുള്ള ഫ്ലഡ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. നമുക്കറിയാവുന്ന കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കേരളം നേരിട്ടിട്ടുള്ള ദുരന്തങ്ങളെക്കുറിച്ച്, അതെങ്ങനെയാണ് സർക്കാർ നേരിട്ടിട്ടുണ്ടായിരുന്നത്, അതിനെക്കുറിച്ചൊക്കെ അവരവരുടെ എക്സ്പീരിയൻസിൽ നിന്നും എഴുതിയിട്ടുള്ളതാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. വേറെയും അതിനകത്ത് ഒരുപാട് ചാപ്റ്ററുകളുണ്ട്. ഇത് 10th ചാപ്റ്ററാണ് കേട്ടോ, അവരുടെ ഓട്ടോബയോഗ്രഫിയിലെ 10th ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ള ഫ്ലഡ് ഓഫ് ഡിസാസ്റ്റേഴ്സ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനും അതേപോലെ ശൈലജ ടീച്ചറെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും അവരുടെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് വായിക്കാൻ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലോട്ട് പോവാം. When we started on the modernization plan for Kerala's healthcare, we were making a roadmap for our collective future. There was no indication when we began that our ideas would be tested for proficiency in our own time. We also certainly never imagined there would be so many fires to put out one after another. ഇവർ എങ്ങനെ ഫ്യൂച്ചർ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ ആക്കി ഗവൺമെൻറ് വരുന്ന സമയത്ത് ഇത്രയും ഒന്ന് കഴിയുമ്പോഴേക്കും അടുത്തതായിട്ട് ഒരുപാട് ദുരന്തങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനെയൊക്കെയും എന്താ പറയുക, കൺട്രോൾ ചെയ്യേണ്ടതായിട്ട്, അല്ലെങ്കിൽ അതിനൊക്കെയും ഒരുപാട് സപ്പോർട്ട് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരുമെന്നൊന്നും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയണം. Over the 5 years that the first LDF government headed by Pinarayi Vijayan was in power, we dealt with the repeated shocks in quick succession till the COVID breakout of 2020. ആദ്യത്തെ LDF സർക്കാർ, ആദ്യത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ തുടക്കം മുതൽക്ക് ആ ഒരു കാലഘട്ടത്തിൽ 2020 കോവിഡ് വരുന്നത് വരെയും ഒന്നിനു പുറകെ ഒന്നായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദുരന്തങ്ങളായിട്ട് അവർക്ക് ഫേസ് ചെയ്യേണ്ട, അവർക്കല്ല നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. The first of these was a very severe cyclonic storm, Oki, in December 2017. ഓർത്ത് വയ്ക്കുക, ഫസ്റ്റായിട്ട് ആ ഒരു സർക്കാരിന് നേരിടേണ്ടി വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം എന്തായിരുന്നു? ഓഖിയാണല്ലേ. ഓഖി ചുഴലിക്കാറ്റടിക്കാനായിരുന്നു ഡിസംബറിൽ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഓഖി വാസ് ദ സ്ട്രോങ്ങസ്റ്റ് ട്രോപ്പിക്കൽ സൈക്ലോൺ ഇൻ ദ അറേബ്യൻ സീ ഇൻ മെനി ഇയേഴ്സ്. അതായത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ട്രോപ്പിക്കൽ സൈക്ലോൺ ആയിരുന്നു, അറേബ്യൻ സീയിൽ ഫോം ചെയ്തതായിരുന്നു യോഖി. അതിൻ്റെ റിസൾട്ടായിട്ടാണ് നമുക്ക് ആ ചുഴലിക്കാറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് റാവേജ്ഡ് അവർ ഫിഷിംഗ് കമ്മ്യൂണിറ്റി ഇൻ കേരള, പെർട്ടിക്കുലർലി ഇൻ തിരുവനന്തപുരം. ദ സൈക്ലോൺ കിൽഡ് ഓൾമോസ്റ്റ് 100 people. ക്ലോസ് ടു 150 people ആർ സ്റ്റിൽ മിസ്സിംഗ് ഫ്രം അവർ കമ്മ്യൂണിറ്റി ഡ്യൂ ടു ദാറ്റ് സ്റ്റോം. അത് എന്താ പറയുക, മത്സ്യബന്ധന തൊഴിലാളികളാണ് മെയിനായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നത്, കടലോരത്ത് ജീവിച്ചിരുന്ന ആളുകളെയൊക്കെ. അപ്പോൾ ഒരുപാട് ആളുകൾ അതിനകത്ത് കൊല്ലപ്പെടുകയും അതേപോലെ തന്നെ 150-150ഓളം ആളുകൾ ഇപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എവിടെ പോയി എന്ത് സംഭവിച്ചെന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. The government acted swiftly. All departments were immediately activated to search, rescue and treat people who had faced the wrath of this angry sea. അപ്പോൾ അതിന് ഗവൺമെൻറ്റിന് എന്താ പറയുക, പെട്ടെന്ന് തന്നെ ഇടപെടേണ്ടതായിട്ട് വന്നു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരുപോലെ തന്നെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ആ റെസ്ക്യൂ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും രക്ഷിക്കാൻ വേണ്ടിയിട്ടും എന്താ പറയുക, അതിൽ നിന്നും സർവൈവ് ചെയ്ത് വന്നവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. വെൻ യു ആർ ഇൻ ഗവൺമെൻറ് യു റിസീവ് ദ ഫസ്റ്റ് കോൾ അബൌട്ട് എ ഡിസാസ്റ്റർ. റിയലൈസേഷൻ ഓഫ് ദി റാമിഫിക്കേഷൻ സെറ്റിൽസ് ഇൻ pretty quickly, though I have never got completely used to take a call with bad news. People were looking at us for help and there are times when there is nothing we can do. അപ്പോൾ ആളുകളൊക്കെ സർക്കാരിനെയാണ് ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക രക്ഷകനായിട്ട് അല്ലെങ്കിൽ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ അവർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ടായിരുന്നു. When someone has lost a child or a spouse, anything we could say was just useless balm on a wound that was never going to heal. അതായത് ഇപ്പോൾ ഒരാൾക്ക്, ഒരു കുടുംബത്തിലൊരു വ്യക്തിയെ നഷ്ടപ്പെട്ടു പോയി, മരിച്ചുപോയി എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തെങ്കിലും ആ ഒരു വ്യക്തിക്ക് പകരമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. സർക്കാരിനെ കൊണ്ടാണെങ്കിലും കൂടെയുള്ളവരെ കൊണ്ടാണെങ്കിലും ഒന്നും സാധിക്കില്ല. അവിടെ നമുക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, ആ ഒരു മുറിവിൽ മരുന്ന് പരട്ടുന്ന പോലെ കുറച്ച് സമാധാനവാക്ക് പറയുക, അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അത്രമാത്രമേ നമുക്ക് ചെയ്യാനായിട്ടേ പറ്റുള്ളൂ. The only people we could help were the ones that were rescued. I remember some of these men had been floating on the open sea for days, clinging to pieces of wood when the rescue boat saved them. ആകെ ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ നിന്നൊക്കെ തരണം ചെയ്ത് ജീവൻ രക്ഷപ്പെട്ട് വന്നിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എത്രയോ മണിക്കൂറുകളോളം അല്ലെങ്കിൽ എത്രയോ ദിവസങ്ങളോളം ഈ ചുഴലിക്കാറ്റിൽ പെട്ടിട്ട് എന്തെങ്കിലും ചെറിയ മരത്തുണ്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനത്തിൽ തോണിയുടെ മുകളിലോ ഒക്കെ കയറി പിടിച്ചിട്ട് ദിവസങ്ങളോളം ആ കടലിൽ രക്ഷപ്പെടാൻ വേണ്ടി കിടന്നിട്ടുള്ള ഒരുപാട് പേരെ നമ്മൾ ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു റെസ്ക്യൂ ബോട്ട് വരുന്നത് കാത്തു കിടന്നിട്ടുണ്ടായിരുന്നവർ. Their fingers had frozen from the tight grip with which they would hung on for their lives. They wouldn't unfurl, wouldn't unlatch.
When they were brought to the Trivandrum General Hospital, the first thing we had to ensure was that they were warm. The staff realized they didn't have enough blankets, so we spoke to the district collector, who sourced adequate blankets for everyone. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർ ഇങ്ങനെ തൂങ്ങി പിടിച്ച് വെള്ളത്തിൽ കുറേ നേരം നിന്നുകൊണ്ട് തന്നെ കൈയൊക്കെ ഐസ് പോലെ തരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്നെ രക്ഷിച്ചു ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഫസ്റ്റ് പർപ്പസ് ഒന്നും പറയുന്നത് അവരെ ചൂടാക്കി വിൽക്കുക എന്നുള്ളതാണ്. പക്ഷേ അവിടെ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യത്തിനുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും പര്യാപ്തമായിട്ടുള്ള അത്രയും പുതപ്പുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ ഏറ്റവും ആദ്യം ചെയ്തത് അവർക്ക് ആവശ്യമായ സഫീഷ്യൻ്റ് ആയിട്ടുള്ള അത്രയും എമൗണ്ട് പുതപ്പുകൾ വരുത്തിക്കുക, ബ്ലാങ്കറ്റുകൾ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ആദ്യം ചെയ്തിട്ടുള്ള കാര്യം. The fishing community is tenacious. Their livelihoods depend on it. They believed their relationship with the sea is based on faith and trust. And for these people, at that moment, having been through the shock of losing their friends, watching the sea turn against them, and holding on for dear life with little hope that they would make it, and the trauma was unbearable. അപ്പോൾ ഫിഷിംഗ് കമ്മ്യൂണിറ്റി ആ ഒരു സമയത്ത് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത്രയും മോശമായിരുന്നു. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് കടലുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വിശ്വാസം, ഒരു ട്രസ്റ്റിൻ്റെ മേലാണ് അവർ ആ ഒരു കടലിലോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് എന്ത് സംഭവിക്കുക, അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെടണം. വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന അതേ സീ തന്നെ അവർക്ക് എതിരായിട്ട് തിരിയുന്നതായിട്ട് അവർ കാണുകയാണ്. അതേപോലെ തന്നെ അവർക്ക് അവരുടെ ജീവൻ രക്ഷിക്കണോ, കൂടെയുള്ളവരെ രക്ഷിക്കണോ, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സിറ്റുവേഷൻ, ആ ഒരു ട്രോമ എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. They were incoherent and in a manic state, crying out, trying to run out of hospital. Their minds were replaying their ordeal. I remember one man telling me the waves looked as tall as a multi-story building to him, and they were at the bottom looking up at the sea closing in on them. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസാണ് പറയുന്നത്. ആ ഒരു എത്രയോ നിലകളുള്ള വലിയൊരു ബിൽഡിംഗ് പോലെ അത്രയും ഹൈറ്റിലാണ് ആ തിരമാലകൾ വന്നിട്ടുണ്ടായിരുന്നത്. വല്ലതും ചെയ്യാൻ പറ്റില്ല, വെറുതെ അതിലോട്ട് നോക്കിയിട്ട് മേപ്പോട്ട് നോക്കി പേടിച്ച് സ്റ്റക്കായിട്ടൊരു സെക്കൻഡ് നിന്നത് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പേരുടെ എക്സ്പീരിയൻസുകൾ അവർ കേട്ടിട്ടുണ്ട്. They were stuck in that situation, unable to let go. അവർ ഭയങ്കര സ്റ്റക്കായി പോവുകയാണ് ആ സിറ്റുവേഷനിൽ. We understood that and organized groups of mental health volunteer workers to counsel the survivors and their families to help them recover from their trauma. But it would probably be years before they really could. അപ്പോൾ അതിനുവേണ്ടി ഇവർക്ക് അവർ മെൻ്റൽ ആയിട്ട് അവർക്ക് സംഭവിച്ചിട്ടുള്ള ആഘാതത്തിൽ നിന്നൊക്കെ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൗൺസിലും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളെയൊക്കെ അവർ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ റെസ്ക്യൂ ഓപ്പറേഷൻ വാസ് മാൻഡ് ബൈ ദി ചീഫ് മിനിസ്റ്റർ ഹിംസെൽഫ് ആൻഡ് എവറി ഡിപ്പാർട്ട്മെൻറ്റ് വാസ് ഇൻവോൾവ്ഡ്. അപ്പോൾ ചീഫ് മിനിസ്റ്ററും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ചേർന്നിട്ടാണ് ആ റെസ്ക്യൂ ഓപ്പറേഷനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. വൺസ് ദേ വർ റെസ്ക്യൂഡ്, ദ സർവൈവേഴ്സ് ബിക്കെയിം the responsibility of the health department and all involved took on that role with a lot of compassion. അപ്പോൾ ഒരാൾ രക്ഷപ്പെട്ട് കിട്ടിയിട്ടുണ്ട്, ജീവനോടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ എന്നത് ഇപ്പോൾ ആ ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമായിട്ട് മാറുകയാണ്. It was the first time under my watch at least that I was seeing our system and its people in an urgency. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് ഇത്രയും ഒരു എന്താ പറയുക, ഒരു അത്യാസന്നമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും അടിയന്തരമായിട്ടുള്ള സിറ്റുവേഷൻ അവർ ആദ്യമായിട്ടാണ് കാണുന്നത്. Doctors and nurses did all-nighters taking care of the survivors, coaxing them over and over again ത്രൂ ദെയർ ട്രോമ. അപ്പോൾ എല്ലാവരും അവരെന്നെ മാക്സിമം കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ദ ഹോസ്പിറ്റൽ സ്റ്റാഫ് ട്രൈഡ് ടു എൻഷുർ ദ റെസ്ക്യൂഡ് ഫിഷർ ഫോക്ക് ഹാഡ് വാട്ട് എവർ ദേ നീഡഡ് ഓർ ലൈക്ക് ടു ഈസ് ദെയർ പെയിൻ ആസ് മച്ച് ആസ് പോസിബിൾ. അപ്പോൾ ഇത്തരത്തിൽ രക്ഷപ്പെട്ട് വന്നിട്ടുള്ള ഈ ഒരു മത്സ്യബന്ധന തൊഴിലാളികളെയും അവരുടെ കുടുംബത്തിനൊക്കെ ഇവർ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആശുപത്രി അധികൃതരും എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. അവർക്ക് എന്താണോ ഇഷ്ടം, എന്താണ് അവർക്ക് ആഗ്രഹം, അതൊക്കെ നിറവേറ്റി കൊടുത്തുകൊണ്ട് അവർക്ക് മെൻ്റലി സപ്പോർട്ട് കൊടുക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. മെനി ഓഫ് ദ സർവൈവേഴ്സ് ആൻഡ് ദെയർ ഫാമിലീസ് വർ നോട്ട് used to eating vegetarian food, so we made adjustments to ensure the meals included meat. ചില ഇത്തരത്തിലുള്ള ആളുകൾക്കൊന്നും വീട്ടിൽ വെജിറ്റേറിയൻ ഫുഡ് അധികം കഴിച്ച് ശീലമില്ല, അവരധികം ഫിഷ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ച് ശീലമുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള വെജിറ്റേറിയൻ അല്ലാത്ത നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളും എത്തിക്കാൻ വരെ അവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. I learned from observing the fallout of that huge storm that no matter what you do at a policy level, everything may down to the people who are at the front lines and how they take on the challenges of the situation. I cannot comment our people enough for how they dealt with the survivors of Oki and with every great situation that came after that. അപ്പോൾ അവർ പറയുന്നത് നമ്മൾ എങ്ങനെയൊക്കെ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെ പോളിസി ലെവലിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാലും അത് ബാധിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു മുൻനിരയിൽ നിൽക്കുന്ന ജീവിതങ്ങളെയാണ്. അപ്പോൾ അവരെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡീൽ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ശരിയായ രീതിയിൽ അവരെ റെസ്ക്യൂ ചെയ്യുക, അവരെ സർവൈവ് ചെയ്തവരെ സംരക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് അത്രയും എന്താ പറയുക ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. Even before we had completely dealt with aftermath of Oki, Kerala was overwhelmed by the floods of August 2018. അങ്ങനെ 2018 ആകുമ്പോഴേക്കും അടുത്ത
പ്രശ്നം വരുന്നത്. എന്താണ്? ഫ്ലഡിലെ നമുക്കറിയാം, വെള്ളപ്പൊക്കം വന്നുവല്ലോ. Torrential rain isn't new to our parts, but all 14 districts of Kerala were affected by severe monsoonal rainfall that year. While they were impacted to different extents, there was severe loss of property throughout the state. Declared a level 3 calamity, which means a calamity of a severe nature, it was the worst flood the state had seen since what is called the Great Flood of 1924. 1924 ഗ്രേറ്റ് ഫ്ലഡിന് ശേഷം നാട് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രളയമായിട്ട് അത് മാറുകയാണ് ചെയ്തിട്ടുണ്ടായത്. അതായത് ലെവൽ 3 കലാമിറ്റിയിൽ പെടുത്താൻ സാധിക്കുന്ന, അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള, സാധാരണ നമുക്ക് മഴയും ഒന്നും അത്ര വലിയൊരു നമുക്കറിയാം നല്ല രീതിക്ക് മഴ കിട്ടുന്ന സ്ഥലം തന്നെയാണ് നമുക്ക് അല്ലേ. പക്ഷേ ഇതെന്ന് പറയുന്നത് നമുക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള മൺസൂൺ മഴയായിരുന്നു നമ്മുടെ എല്ലാ ജില്ലകളിലും ഒരുപോലെ കിട്ടിയത്. In Malayalam, the strongest period of the monsoon is called Perumalakalam, or the season of relentless rain. In 2018, for days on end, the skies just poured down water. The lowland areas began to get flooded, landslides affected the hillsides, the dams filled up, and large parts of population were at risk. അങ്ങനെ നമുക്ക് മലയാളത്തിൽ നമ്മൾ ഈ മൺസൂൺ കാലഘട്ടത്തിൽ നമ്മൾ പെരുമഴക്കാലം എന്ന് പറയും, കാരണം അത്രയും മഴയാണ് അവിടെ കിട്ടാറുള്ളത്. അങ്ങനെ 2018 ആ ഒരു കാലഘട്ടമായപ്പോഴേക്കും എന്താണ്, ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ട്. ആ ഒരു താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്നുണ്ട്, മണ്ണൊലിപ്പ് ഉണ്ടാവുന്നുണ്ട്, കുന്ന് പ്രദേശങ്ങളിലൊക്കെ മണ്ണൊലിപ്പ് ഉണ്ടാവുന്നുണ്ട്, ഡാമുകളൊക്കെ ഫില്ലാവുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ജനസംഖ്യ അത്രയും വലിയ റിസ്കിലായിട്ട് പെടുകയാണ്. The floodwaters rose very rapidly and enveloped everything seemingly overnight. Lakes and rivers breached their banks so completely that villages and towns went under water. എല്ലാ സ്ഥലങ്ങളും വെള്ളത്തിനടിയിലാവുകയാണ് ഒരൊറ്റ രാത്രി കൊണ്ട്. People were forced to seek refuge on their roof terraces or leave their homes on boats that piled through erstwhile roadways. The entire government was called into action by the chief minister. One department cannot ensure the functioning of so many areas of public life when there is a disaster of this magnitude. അതായത് ആ ഒരു സമയത്ത് അത്രയും ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടി ടെറസിൻ്റെ മുകളിൽ കയറുന്നു, അവർ വീട് ഉപേക്ഷിച്ച് വേറെ എവിടേക്കെങ്കിലുമൊക്കെ പലായനം ചെയ്തു പോകുന്നു. അതേപോലെ എൻ്റയർ ഗവൺമെൻറ്റിലേക്ക് ആ ഒരു പ്രതീക്ഷ ആളുകളുടെ മേലാണ്. കാരണം രക്ഷപ്പെടണമെങ്കിൽ അങ്ങനെ പുറത്തുനിന്നുള്ള സഹായങ്ങൾ ആവശ്യമായിരുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റോ ഏതെങ്കിലും ഒരൊറ്റ ഡിപ്പാർട്ട്മെൻറ്റ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല. അത്രയും വലിയൊരു ദുരന്തമായിരുന്നു അന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻഫാക്ട് ഈവൻ ദ ഗവൺമെൻറ് ഈസ് ഇൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പോയിട്ട് ആ ഒരു ഗവൺമെൻറ് പോലും പര്യാപ്തമല്ലാത്തൊരവസ്ഥ, അവർക്ക് പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയ ദുരന്തമായിരുന്നു സംഭവിച്ചത്. With the seemingly impossible task at hand, one of the first things the chief minister did was ask the fishing community for help to rescuing people from flooded areas. ആ സിറ്റുവേഷൻ ചീഫ് മിനിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു മത്സ്യബന്ധന തൊഴിലാളികളെ അവരെന്ത് ചെയ്യാണ്, ഈ ഒരു ഫ്ലഡ് ബാധിച്ചിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നും ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കണം. അവരോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്, അവരുടെ അടുത്ത് വന്ന് ഹെൽപ്പ് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. Their work was so crucial and effective that he declared them Kerala's own army. അപ്പോൾ അവരുടെ ഇടപെടൽ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ചീഫ് മിനിസ്റ്റർ അവർ എങ്ങനെയാണ് അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നത്, കേരളത്തിൻ്റെ സ്വന്തം ആർമി എന്നുള്ള രീതിക്കായിരുന്നു. From housewives to college students and everyone in between, people from parts of the state that weren't affected as badly reacted spontaneously, helping one another, rescuing, gathering resources, and ensuring everyone had basic necessities and food. അപ്പോൾ അങ്ങനെ എല്ലാ ജോലി ചെയ്യുന്നവരും കുട്ടികളും എല്ലാവരും ചേർന്നിട്ട് എന്ത് ചെയ്യാണ്, ഇത്തരത്തിൽ പ്രശ്നം ബാധിക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ആവശ്യമായുള്ള സാധനങ്ങൾ എത്തിക്കാനും അവരെ സംരക്ഷിക്കാനും ധനസഹായം ചെയ്യാനും അവരെ രക്ഷിക്കാനും ഒക്കെ ആയിട്ട് തന്നെ മുന്നിൽ നിന്നിട്ടുണ്ട്. Though the rain abated, the waters remained stagnating in many parts of the state and there were fears of torrent and communicable diseases. അങ്ങനെ മഴയൊക്കെ നിന്നു, പക്ഷെ അപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, എല്ലായിടത്തും വെള്ളം നിറഞ്ഞു നിൽക്കുമായിരുന്നു. തീർച്ചയായിട്ടും അപ്പോൾ എന്തിനുള്ള സാധ്യതയുണ്ട്, പകർച്ചവ്യാധികൾ വരാനുള്ള സാധ്യതയുണ്ട്. Dead carcasses and pools of water could become breeding grounds of mosquitoes which could spread dengue, H1N1, etc. അപ്പോൾ എല്ലായിടത്തും ഈ വെള്ളം കെട്ടി നിന്നിട്ട് അതിൽ കൊതുക് മുട്ടയിടാനും അതുകൊണ്ട് തന്നെ ഡെങ്കു, H1N1 ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. In places with dirty, stagnating water, diseases like leptospirosis and cholera were almost guaranteed. ഇത്തരത്തിൽ മലിനജലം, അഴുക്ക് ജലമൊക്കെ കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ അവിടെ കോളറ ആണെങ്കിലും ലെപ്റ്റോസ്പൈറോസിസ്, അതായത് എലിപ്പനി ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അതാണെങ്കിലും ഒക്കെ വരാനുള്ള സാധ്യത അത്രയും ഉള്ളതാണ്. The doctors had a suggestion: administer doxycycline prophylaxis
wherein high-risk populations take doxycycline every day for a period of time to prevent infections. അപ്പോൾ ഇൻഫെക്ഷൻസ് തടയാൻ വേണ്ടിയിട്ട് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഈ മാക്സിമം ഈ പ്രശ്നം വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, ഹൈ റിസ്ക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ ഡോക്സിസൈക്ലിൻ പ്രോഫിലാക്സിസും അതേപോലെ തന്നെ ഡോക്സിസൈക്ലിനും മാത്രമായിട്ട് ഏതൊക്കെ രീതിയിൽ എങ്ങനെയാണ് നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടത് അതനുസരിച്ച് അവിടുത്തെ പ്രശ്നത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസ് അനുസരിച്ചിട്ട് ഈ ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ പാകത്തിനുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നൊരു ഓർഡർ വരികയാണ്. Did we have enough of the medicine to distribute to almost 1 crore people? 1 കോടി ആളുകൾക്ക് കൊടുക്കാൻ മാത്രമുള്ള മരുന്ന് നമ്മുടെ കയ്യിലുണ്ടോ? It had to be given to everyone living in areas under water and those who had waded through water for long periods. All the volunteers at the camps, all camp residents, people whose homes had been submerged, and everyone who was part of the government's health squad needed the dose. So we began collecting doxycycline tablets and distributed them at the relief camps. അങ്ങനെ എന്ത് ചെയ്യണം ഇവർ, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഇത് കൊടുക്കേണ്ടി വരും, ഇനി മരുന്ന് കൊടുക്കണം. അതായത് ഇത് അഫക്റ്റ് ചെയ്തവർ മാത്രമല്ല, അവരെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നവർ, അവർക്കുള്ള മരുന്നും കാര്യങ്ങളും എത്തിക്കാൻ വേണ്ടി പോകുന്നവർ, അവർക്ക് ഫുഡ് സംഭവങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടി പോകുന്നവർ, അങ്ങനെ ആ ഒരു മേഖലയിൽ ഇടപെട്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ മരുന്ന് എത്തിക്കേണ്ടത് ആവശ്യമാണ്. Despite these efforts, a few people died of leptospirosis. ഇതൊക്കെ ചെയ്തിട്ടും കുറച്ച് പേര് എലിപ്പനി ബാധിച്ച് മരിച്ചിട്ടുണ്ടായിരുന്നു. When we checked, we realized they had not taken the medicine as directed. We understood that some people were just ignoring the advice, and since they weren't sick, it wasn't easy for them to understand the importance of taking the medication. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞ് മരിച്ചവരൊക്കെയും ഈ മെഡിസിൻ എടുക്കാത്തവരായിരുന്നു. അതായത് ചിലരൊന്നും ഇത്തരത്തിൽ പറയുന്ന കാര്യത്തിന് ആ ലാഘവത്തോടു കൂടെ എടുക്കാതെ അവർ തള്ളിക്കളയാണ്. കാരണം അവർക്ക് അസുഖമൊന്നുമില്ല, പിന്നെ എന്തിനാ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് കഴിക്കാതിരിക്കുകയാണ്. പക്ഷേ പിന്നീട് അവർ രോഗബാധിതരാവും മരിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. സോ വി ഓർഗനൈസ്ഡ് എ സ്ക്വാഡ് ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആംഡ് വിത്ത് പാക്കറ്റ്സ് ഓഫ് ബിസ്ക്കറ്റ്സ്, ബോട്ടിൽസ് ഓഫ് വാട്ടർ ആൻഡ് ഡോക്സിസൈക്ലിൻ ടാബ്ലറ്റ്സ്. അങ്ങനെ അവർ അതിനായിട്ടൊരു ടീമിനെ ഇറക്കുകയാണ്. ഈ മരുന്നും അതേപോലെ തന്നെ കുറച്ച് ബിസ്ക്കറ്റും വെള്ളവും ഒക്കെ ആയിട്ടുള്ള ഒരു ടീമിനെ ഇറക്കുകയാണ്. ദേ വുഡ് ഗിവ് പീപ്പിൾ ദ ബിസ്ക്കറ്റ്സ് ആൻഡ് ദ പിൽ ടുഗെദർ വിത്ത് എ ബോട്ടിൽ ഓഫ് വാട്ടർ ആൻഡ് മേക്ക് ഷുവർ ദേ സ്വാലോഡ് ദ ടാബ്ലറ്റ്. ഇറ്റ് വാസ് എ മിഷൻ. അങ്ങനെ ഇവർ പോകുന്ന ആളുകൾ ഈ ബിസ്ക്കറ്റും വെള്ളവും മരുന്നും ഒക്കെ കൊടുക്കുന്നു, എന്നിട്ട് ആ ഗുളിക അവർ കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അവർ പോരുള്ളൂ. ആൻഡ് ബിക്കോസ് ഇറ്റ് വാസ് conducted with that level of seriousness, there were no acute outbreaks of disease. When a disease doesn't happen, it's just a footnote, but what if it had spread and added to the body count? We lost almost 500 people in the floods, and if there had been a disease outbreak, the outcome would have been even worse. People would have cursed us. അപ്പോൾ ഓൾറെഡി ഫ്ലഡിൽ തന്നെ 500ഓളം ആളുകളെ നമുക്ക് നഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ ഈ പകർച്ചവ്യാധി കൂടെ പിടിപെട്ടിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതിനേക്കാൾ മോശമാവുമായിരുന്നു സിറ്റുവേഷൻ. അങ്ങനെയാണെങ്കിൽ എല്ലാവരും അതായത് സർക്കാരിനെ തന്നെ പഴിക്കുമായിരുന്നു. അപ്പോൾ അതിന് അത്രയും സീരിയസ്നെസ്സോട് കൂടിയിട്ടാണ് അവർ ആ ഒരു സിറ്റുവേഷൻ, പകർച്ചവ്യാധി സ്പ്രെഡ് ആവാതിരിക്കുക എന്നൊരു എയിം അവർ എടുത്തിട്ടുണ്ടായിരുന്നു. I visited the camps throughout Kerala during those weeks. I often feel very uneasy and disturbed just sitting in my office in the capital city, getting information on the phone during such times. I need to go see for myself whether things are moving according to the plan. So I went to as many places as I could. അപ്പോൾ എന്താ പറയുക, അത് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ശൈലജ ടീച്ചറും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്, അവർ പല കേരളത്തിലുടനീളമുള്ള പല ക്യാമ്പുകളിലൊക്കെ ആയിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് അവരുടെ ആ ഒരു ഓഫീസിൽ വെറുതെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഫോണിൽ കൂടെ വിവരം അറിഞ്ഞതിനെ കൊണ്ട് അവർക്ക് ആ ഒരു സമാധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും അവർക്ക് പറ്റുന്ന അത്രയും സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാൻ, എന്നിട്ട് കണ്ട് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് അവർ എത്തിയിട്ടുണ്ടായിരുന്നു. ദ ഫ്ലഡ് കോസ്റ്റ് more than 40,000 crore worth of damages, destroying roads, homes, hospitals, schools and public infrastructure. അത്രയും എന്താ പറയുക, കോടികളുടെ നാശനഷ്ടമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. വീടുകളായിക്കോട്ടെ, ആശുപത്രി, സ്കൂൾ, പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ. ദ റീബിൽഡിംഗ് ഓഫ് ദ സ്റ്റേറ്റ് ആഫ്റ്റർ ദിസ് ഡിസാസ്റ്റർ വാസ് എക്സ്ട്രീംലി ഡിഫിക്കൾട്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് adequate assistance from the central government. The chief minister put out a call for donations to chief minister's distress relief fund, and people from across the country and the world responded to help the state. അങ്ങനെ ആ നാശനഷ്ടങ്ങൾ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്രയും പോസിബിളായ കാര്യമായിരുന്നില്ല. അങ്ങനെയാണ് ചീഫ് മിനിസ്റ്ററുടെ ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ലോകത്തിലുടനീളമുള്ള ഒരുപാട് ആളുകളുടെ സഹായം എത്തിയിട്ടുണ്ട്. ഓൺ ദ ഗ്രൗണ്ട്, with all the different departments of government working together, the health department started a program of chlorination and spraying to eliminate mosquitoes across the state as soon as our waters began to recede. വെള്ളം ഇറങ്ങാൻ തുടങ്ങിയതോട് കൂടിയിട്ട് മൊസ്കിറ്റോസിനെ തുരത്താൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക, ക്ലോറിനേഷനും അതേപോലെ തന്നെ സ്പ്രേയിങ്ങും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. Many water bodies had been contaminated by sewage or other kinds of impurities brought in by the water and silt.
സോ ക്ലീനിങ് വാട്ടർ സോഴ്സസ് വാസ് എ കീ ആക്ടിവിറ്റി. എല്ലാ വാട്ടർ സോഴ്സസും ജലസ്രോതസ്സുകളും മലിനമായിട്ടുണ്ടായിരുന്നു. The entire system worked in tandem, and I think that is the only reason we were able to come out of that nightmare fairly swiftly. When the Union Health Minister J.P. Nadda came to visit after the flood at a media briefing, he recommended us for a job well done for anticipating disease outbreaks and preventing a health crisis. യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ആയിട്ടുള്ള JP നദ്ദ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അത്രയും എന്താ പറയുക റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യത്തെ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്ത് തീർത്തു എന്നുള്ള രീതിക്ക് അദ്ദേഹം നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദിസ് വാസ് ഡെസ്പൈറ്റ് ദ പൊളിറ്റിക്കൽ റാമിഫിക്കേഷൻസ് ഓഫ് അപ്ലോഡിംഗ് എ റൈവൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഗുഡ് വർക്ക്. വെൻ യു ഹിയർ പ്രൈസ് ഫ്രം അൺഎക്സ്പെക്റ്റഡ് ക്വാർട്ടേഴ്സ് ഇറ്റ് ഈസ് ഈവൻ മോർ ഹാർട്ടനിങ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭാഗങ്ങളിൽ നിന്നും ആ ഒരു അപ്രീസിയേഷൻ കിട്ടുമ്പോൾ നമുക്കത് വളരെ സന്തോഷമുള്ള കാര്യമാണെന്നാണ് പറയണം. I also understood from these experiences that we are stronger than we give ourselves credit for. Sometimes when the worst thing you can imagine happens, your instinct to fight and to work out solutions kicks in and you survive. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും സ്ട്രോങ് ആണ്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സ്ട്രോങ്ങർ ആണ്. അപ്പോൾ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന അത്രയും വലിയ പ്രശ്നം വരുമ്പോൾ മാത്രമേയാണ് നമുക്ക് അതിനോട് ഫൈറ്റ് ചെയ്യാനും ഫൈനലി നമുക്ക് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവ് നമുക്ക് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഇത്രയാണ് അതിനകത്ത് വരുന്നുള്ളൂ. താങ്ക്